ഡിയർ സ്റ്റുഡൻസ്, +2 ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻറ്റ്. അതിൽ വരുന്ന ഒരു ഏരിയയാണ് ഡീമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ നോട്ട് നിരോധനം. ഡേറ്റ് November 8, 2016 കറൻസി ബാൻ ചെയ്തത്. അന്നത്തെ രണ്ട് ലാർജസ്റ്റ് ഡിനോമിനേഷൻസ് 500-ൻ്റെയും അതുപോലെ 1000 rupees നോട്ടുകളൊന്ന് ഡിമോണിറ്റൈസ് ചെയ്തു. ഇന്നത്തെ പ്രൈം മിനിസ്റ്ററാണ് അത് ഡിമോണിറ്റൈസ് ചെയ്തത്. നമുക്കിനി അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സ്കീമിൻ്റെ അത് കുറച്ചുകൂടി എളുപ്പമാക്കിയത്. നെക്സ്റ്റ്, ടു അവോയ്ഡ് ടാക്സ് ഇവേഷൻ, നികുതി വെട്ടിപ്പുകൾ അവസാനിപ്പിക്കുക, തട്ടിപ്പുകൾ അവസാനിപ്പിക്കുക. അതുമാത്രമല്ല, ചാനലൈസ്ഡ് സേവിങ്സ് ഇൻ ടു ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റം, ആൾക്കാരുടെ കയ്യിലുള്ള കണക്കില്ലാത്ത ആ സേവിങ്സുകൾ ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ചാനലൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ കയ്യിൽ സ്റ്റോർ ചെയ്യാതെ ഫണ്ടുകൾ, ഇതുപോലെ ബാങ്കുകൾ, അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആൾക്കാർ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി ഫണ്ടുകൾ. നെക്സ്റ്റിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഡിക്ലൈൻ ക്യാഷ് ട്രാൻസാക്ഷൻസ്, അതായത് ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ നമ്മൾക്കറിയാം, ഇപ്പോൾ എല്ലാം നമ്മൾക്ക് ഗൂഗിൾ പേയും അതുപോലെ ഫോൺ പേ കാര്യങ്ങൾ എടുക്കുന്നു, എല്ലാം ഡിജിറ്റലാക്കി ട്രാൻസാക്ഷൻസ്. ദെൻ ബാങ്ക് ഡെപ്പോസിറ്റുകൾ ഇൻക്രീസ് ചെയ്തു, ഫിനാൻഷ്യൽ സേവിങ്സ് ഇൻക്രീസ് ചെയ്തു, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഇൻക്രീസ്ഡ്. ദെൻ അതുപോലെ തന്നെ റൈസ് ഇൻ ഇൻകം ടാക്സ് കളക്ഷൻ, ഗവൺമെൻറ്റിൻ്റെ ഇൻകം ടാക്സ് കളക്ഷനിൽ കുറച്ചുകൂടി ഇൻക്രീസ് ഉണ്ടായി. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് പ്രൈസുകളിലേക്ക് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റുകളുണ്ട് നമ്മുടെ എക്കണോമിക്ക്. മെയിൻലി ഡിക്ലൈൻ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ പ്രസൻ്റിൽ വന്നിരിക്കുന്ന പോലെ തന്നെ എല്ലാ ക്യാഷ് ലൈറ്റ് ഇക്കണോമിയായി, അതായത് ട്രാൻസാക്ഷൻസ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് തുടങ്ങി. നമ്മൾ ലിക്വിഡ് ക്യാഷ് കയ്യിൽ കൊണ്ടു നടക്കാതെ എല്ലാ ട്രാൻസാക്ഷൻസിലേക്ക് ത്രൂ മൊബൈൽ ഫോൺ അതിലേക്കൂടെ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ പേയ്മെൻറ്റിൽ കൂടെ ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്താൻ തുടങ്ങി. അതുപോലെ ബാങ്ക് ഡെപ്പോസിറ്റുകൾ ഇൻക്രീസ് ചെയ്തു, ഫിനാൻഷ്യൽ സേവിങ്സ്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സേവിങ്സ് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻകം ടാക്സ് കളക്ഷൻ കൂടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് എക്സാമിൽ ചോദിക്കാവുന്നൊരു ക്വസ്റ്റൻ, ചിലപ്പോൾ 3 മാർക്സോ 4 മാർക്സൊക്കെ വരാവുന്നൊരു ക്വസ്റ്റനാണ്. ഡിമോണിറ്റൈസേഷനെ കുറിച്ച് എഴുതാൻ പറയാൻ വേണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നമ്മൾക്കത് ബോർഡ് എക്സാം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വരുന്ന ക്രിസ്മസ് എക്സാമിന് കുറച്ചും കൂടി ഈ ഏരിയ യൂസ്ഫുൾ ആയിരിക്കും.